വാർത്തകൾ വിശദമായി. എറണാകുളം അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥിനി ജസ്ലിയ ജോൺസണെ കാർ ഇടിച്ചിട്ട് കൊലപ്പെടുത്തിയ ഡോക്ടർ സിറിയക് ജോർജിനെ 5 ദിവസം പിടികൂടാൻ കഴിയാതെ പോലീസ്. ഒളിവിൽ പോയ കോട്ടയം മധുരമ്പുഴ സ്വദേശി സിറിയക് ജോർജിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അതേസമയം പ്രതി സിറിയക് ജോർജ് മുൻകൂർ ജാമ്യം തേടി കോട്ടയം സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. 6 ദിവസമായിട്ടും പോലീസ് ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ജസ്ലിന്റെ കുടുംബം ആരോപിച്ചു. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്ലിൻ ജോൺസണെ കാർ ഇടിച്ച് കൊലപ്പെടുത്തിയ ഡോക്ടർ സിറിയക് ജോർജിനെ 5 ദിവസം കഴിഞ്ഞിട്ടും പിടികൂടാനായിട്ടില്ല. ഇയാൾ ഒളിവിലാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 7 മണിക്കാണ് ഈ ജാസ്ലിൻ ജോൺസണെ വണ്ടി ഇടിച്ച് ഈ അങ്കമാലി ടെൽക്കിന് സമീപം വെച്ച ഈ ഡോക്ടർ സിറിയക് ജോർജ് സഞ്ചരിച്ച കാർ ഇടിച്ച് മരിക്കുന്നത്. പെൺകുട്ടി അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. അവിടെ പഠനത്തിന് ശേഷം അങ്കമാലിയിൽ ഒരു സ്ഥാപനത്തിൽ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജോലിക്ക് ശേഷം മടങ്ങി കോളേജ് ഹോസ്റ്റലിലേക്ക് വരുമ്പോഴാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും ഈ സംഭവം ഇത്രയും ദിവസമായിട്ടും ഇതുവരെയും ആ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായി ഇപ്പോഴും ഉയരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് 2 ദിവസത്തിനകം തന്നെ ഇടിച്ച കാറും ആരാണ് ഈ വാഹനം ഓടിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ ആ പ്രതിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇന്നലെ ഈ ജാസ്ലിൻ്റെ സഹപാഠികളും അതുപോലെ തന്നെ യുവജന സംഘടനകളും ഒക്കെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലെത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അന്വേഷണം കുറച്ച് ഊർജിതമാക്കാനായി പോലീസ് തീരുമാനിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിക്കായി ഇയാളുടെ വീട്ടിൽ, ഇയാൾ കോട്ടയത്തെ അതിരമ്പുഴ സ്വദേശിയാണ്, അവിടെ വീട്ടിലേക്ക് ഇന്ന് പോലീസ് എത്തിയിരുന്നു. അവിടെ ഒന്ന് തെരച്ചിൽ നടത്തിയപ്പോൾ അവിടെ ഈ സിറിയക്കിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഇടുക്കിയിലടക്കം ചില ബന്ധുവീടുകളിലും പരിശോധന നടത്തി. പക്ഷേ അവിടെയും സിറിയക്കില്ല എന്നുള്ളതാണ്. അതേസമയം ഈ അപകടം നടന്ന ശേഷം ഇയാൾ നിലവിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുകയാണ്. MBBS പൂർത്തിയാക്കിയ ശേഷം ആ കോളേജിൽ ഇയാൾ ഈ അപകടത്തിന് ശേഷം എത്തിയിരുന്നു. ഇയാൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അപ്പോഴും പോലീസിന് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇയാൾ ഇപ്പോഴും ഒളിവിലാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലുക്കൌട്ട് നോട്ടീസ് ഈ സിറിയക്കിന് വേണ്ടി പോലീസ് പുറത്ത് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഇന്നിപ്പോൾ കോട്ടയം സെഷൻസ് കോടതിയിൽ സിറിയക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ ഇത്രയും ദിവസമായി പിടികൂടാൻ കഴിയാത്ത പോലീസിന്റെ നടപടിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും ഉയരുകയാണ്. ഈ പ്രതിഷേധത്തിന് പിന്നാലെ തന്നെ ഇന്നിപ്പോൾ ആലുവ DYSPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു വീഴ്ചയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആലുവ റൂറൽ SP D സുദർശനൻ പറഞ്ഞത്. മനഃപൂർവ്വമുള്ള നരഹത്യ അടക്കം ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. സാധാരണ നിലയിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ഈ വാഹനാപകട കേസുകളിൽ ചുമത്തുന്നതെങ്കിൽ അങ്ങനെയല്ല. ഇത്തവണ വളരെ സീരിയസ് ആയിട്ടുള്ള മനഃപൂർവ്വമുള്ള നരഹത്യ കുറ്റം തന്നെയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന ഒരു വിശദീകരണം. ഏതായാലും ഇയാൾ ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമാണ് ഈ ഒളിവിൽ കഴിയാൻ തുടങ്ങിയിട്ട്. ഈ സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമാകുന്നു. പ്രത്യേകിച്ച് കേരളത്തെ വലിയ രീതിയിൽ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ്. ആ പെൺകുട്ടി പഠനത്തിന്റെ ഭാഗമായി 19 വയസ്സ് മാത്രമാണ് ഉള്ളത്. അവിടെ ആ പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്താണ് ഈ പഠനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കായിക വിഷയങ്ങളിലടക്കം വളരെ മുന്നിൽ നിൽക്കുന്ന, കായിക മേഖലയിലും പഠനത്തിലാണെങ്കിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിൽ മരിക്കുന്നത്. ഇന്ന് ആ കുടുംബം പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തു. കാരണം ഇത്രയും ദിവസമായിട്ടും പോലീസ് ഈ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടും മനഃപൂർവ്വം പ്രതിയെ പിടിക്കാതെ വൈകിപ്പിച്ചു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്ന ഒരു കാര്യം. സാധാരണക്കാരായ കുട്ടികൾക്ക് ഇവിടെ സ്വപ്നങ്ങൾ കാണാൻ, അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾക്ക്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ നീതിക്ക് ഒരു വിലയുമില്ലേ എന്നുള്ളതാണ് കുടുംബം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇത്രയും ദിവസമായി പോലീസ് ഒന്ന് ബന്ധപ്പെടുകയോ കാര്യങ്ങൾ ചോദിക്കുകയോ പോലും പോലീസ് ചെയ്തിട്ടില്ല എന്നുകൂടി ഇന്ന് കുടുംബം ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും ആ പ്രതി ഒളിവിൽ തന്നെയാണ്. അയാൾ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ. ശരി, വ്യക്തമാണ്. എറണാകുളം അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്ല ജോൺസണെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഡോക്ടർ സിറിയക് ജോർജിനെ 5 ദിവസം കഴിഞ്ഞിട്ടും പിടികൂടാൻ കഴിയാതിരിക്കുകയാണ് പോലീസ്. ഒളിവിൽ പോയ കോട്ടയം അതിരമ്പുഴ സ്വദേശി സിറിയക് ജോർജിനായി ഇപ്പോൾ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം സിറിയക് ജോർജ് മുൻകൂർ ജാമ്യം തേടി കോട്ടയം സെഷൻസ് കോടതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട്. 6 ദിവസമായിട്ടും പോലീസിനെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ജസ്ലിന്റെ കുടുംബം ആരോപിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജ്.